ഓക്കെ. അപ്പം അപ്പം ഏജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഏജ് വെച്ച് കാൽക്കുലേഷൻസ് ചെയ്യുമ്പം എറർ വരുമല്ലോ. അപ്പം എന്താണ് അപ്പം അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നതാണ് എന്ത് കീവേഡ്സ് യൂസ് ചെയ്ത് ആർഗ്യുമെൻറ്റ്സ് എഴുതുന്നു. ഓക്കെ, എങ്ങനെയാണ് കീവേഡ് യൂസ് ചെയ്ത്? അതായത് ഞാനിവിടെ നെയിം ഈക്വൽ ടു ജോൺ, ഓക്കെ, ഐ ഡി ഈക്വൽ ടു 2001, ദെൻ കോഴ്സ് ഈക്വൽ ടു പൈത്തൺ, ദെൻ എന്താണ് ഏജ് ഈക്വൽ ടു 25. ഇപ്പം എന്താ സംഭവിച്ചത്? ഞാൻ സ്പെസിഫിക്കലി, അതായത് ആ ഒരു ഓർഡർ മാറി അത് വാല്യൂ സ്റ്റോർ ആയി കഴിഞ്ഞാൽ നമുക്ക് എറർ വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഓരോ വാല്യൂ അതിൻ്റെ കീവേഡ് യൂസ് ചെയ്ത് സ്പെസിഫിക്കലി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫിക് ആയിട്ടാണ് ഞാൻ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി എങ്ങനെ ഞാൻ ഓർഡർ മാറി എഴുതിയാലും, ഞാനിപ്പോൾ ഏജ് എന്നുള്ളത് ഏജ് ഇവിടുന്ന് മാറി എന്താണ് ഏജ് എന്നുള്ളത് ഞാൻ എന്താ ഇവിടെ കൊടുത്തെന്ന് വിചാരിക്കുക, ഏജ് ഈക്വൽ ടു 25. സോ അതെന്താണ്, ഈ ഏജ് ഈക്വൽ ടു 25 എന്നുള്ളത് എവിടെ മാത്രമേ പോകത്തുള്ളൂ? ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ. അതായത് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരു ഫുൾ പ്രോഗ്രാം അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയാൻ വേണ്ടി മാത്രം, ജസ്റ്റ് ഒരു ആർഗ്യുമെൻറ്റ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടി മാത്രം ജസ്റ്റ് കോളിംഗ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ഡെഫിനിഷൻ്റെ ഹെഡറും മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഞാൻ ലോജിക്കൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. അത് മനസ്സിലാക്കുക, ഇത് ഫുൾ പ്രോഗ്രാം അല്ല. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 25 അങ്ങോട്ട് പോകും, ഏജിലോട്ട് തന്നെ പോകത്തുള്ളൂ. കാരണം ഞാൻ ഏജ് ഈസ് ഇക്വൽ ടു 25 എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഞാനിവിടെ നമ്മൾ ഡിക്ഷണറിയിലൊക്കെ സ്റ്റോർ ചെയ്യത്തില്ലേ കോളൻ യൂസ് ചെയ്തിട്ട് കീ ആൻഡ് വാല്യൂ പെയർ ആയിട്ട്, അതുപോലെ കീവേഡ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഓരോ വാല്യൂസും സ്റ്റോർ ചെയ്തിട്ടാണുള്ളത്. സോ ഞാനത് ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ എങ്ങോട്ട് പോവും? ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോവും. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനിഷനിലോട്ട് പോയിട്ട് 25 എന്നുള്ള ഏജിൽ മാത്രമേ പോകത്തുള്ളൂ, ജോൺ എന്നുള്ളത് നെയിമിൽ മാത്രമേ പോകത്തുള്ളൂ. ഇതാണ് എന്ത് കീവേഡ് ആർഗ്യുമെൻറ്റ്സിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് കീവേഡ് ആർഗ്യുമെൻറ്റ്സ് യൂസ്ഫുൾ ആവാം. നമുക്കൊരു കംപ്ലീറ്റ് പ്രോഗ്രാം ഇനി ചെയ്ത് നോക്കാം, ഇത് യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് പ്രോഗ്രാം. ഓക്കെ, ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കിത് പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ജസ്റ്റ് പ്രിൻറ്റ് നെയിം, സ്റ്റുഡൻറ്റിൻ്റെ നെയിം പ്രിൻറ്റ് ചെയ്യണം. ഓക്കെ, നെയിം, ദെൻ പ്രിൻറ്റ് ഐ ഡി, ID. 1 second. ഓക്കെ, അപ്പോൾ ഐ ഡി പ്രിൻറ്റ് ചെയ്യണം. ദെൻ ജസ്റ്റ് പ്രിൻറ്റ്.
കോഴ്സ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എപ്പോഴും എവിടെ ആയിരിക്കണം എന്നാ പറഞ്ഞ്? പുറത്തായിരിക്കണം അല്ലേ? വൺ സെക്കൻഡ്. നെയിം ഈക്വൽ ടു ജോൺ. എന്താ സംഭവിച്ചേ? കോഴ്സ് എന്ന് പറഞ്ഞ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെയിം ഈക്വൽ ടു ജോൺ. എന്താണ്? സ്ട്രിങ് ആണല്ലേ? പൈത്തണും എന്താണ്? എന്ത് സ്ട്രിങ് ആണല്ലേ? അപ്പം എന്ത് തന്നെ കൊടുക്കണം? സ്ട്രിങ് തന്നെ കൊടുക്കണം. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ഇങ്ങനെ ഓരോ മിസ്റ്റേക്ക് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ മിസ്റ്റേക്ക് വരുമ്പോഴാണ് സ്ട്രിങ് കൊടുക്കുമ്പോൾ ഡബിൾ കോട്ട് കൊടുക്കണമല്ലോ, സ്ട്രിങ് സ്പെസിഫൈ ചെയ്യണമല്ലോ എന്നൊക്കെ ഓർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ വാല്യൂസ് അതിനനുസരിച്ച് തന്നെ അതാണ് കറക്റ്റ് ഓർഡറിൽ അങ്ങോട്ടേക്ക് പാസ് ആവുന്നതാണ്. പക്ഷേ കീവേഡ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കറക്റ്റായിട്ട്, അതായത് അഡ്രസ്സിൻ്റെ അടുത്ത് ഏജ് ആയി പോകാണ്ടിരിക്കാനും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീവേഡ് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് എന്ത്? അടുത്ത ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കാം. ഓക്കെ, ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് ഒരു എത്ര നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ളൊരു, അതായത് എത്ര നമ്പേഴ്സ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും സമ്മ് കണ്ടുപിടിക്കാനുള്ളൊരു എന്ത് വേണം? സമ്മ് കണ്ടുപിടിക്കാനുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ഒരു 10 നമ്പേഴ്സ് കൊടുക്കുവാണ്. 10 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഇത് കൊടുക്കുക ഞാൻ. ഓക്കെ, ഞാനിപ്പം ഫൈൻഡ് സം. ഓക്കെ, ഫൈൻഡ് സം. ഞാനിപ്പോൾ ഒരു 10 ആർഗ്യുമെൻറ്റ്സ് ഇവിടെ പാസ് ചെയ്യുവാണ്. ഓക്കെ, എ കോമ ബി കോമ സി കോമ ഡി കോമ എഫ് കോമ ജി കോമ ഇ കോമ എച്ച് കോമ ഐ കോമ ജെ. ഓക്കെ, ഇത്രയും നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. ഓക്കെ, ഇത്രയും ആർഗ്യുമെൻറ്റ്സ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത്രയും നമ്പേഴ്സിൻ്റെ സമ്മല്ല, ഇത്രയും ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുവാണ്? പ്രിൻറ്റ്. ഓക്കെ, പ്രിൻറ്റ് എന്ത് ചെയ്യണം? ഇതിൻ്റെ സമ്മ് എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് പ്ലസ് ജി പ്ലസ് എച്ച് പ്ലസ് ജെ. ഓക്കെ, ഇത്രയും പ്രിൻറ്റ് ചെയ്യണം. ഇനി ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുവാണേ, ഫൈൻഡ് സം. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്യുവാണ്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നാമത് ഞാനിപ്പോൾ 10 വാല്യൂസും പാസ് ചെയ്യുവാണ്. 3. ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിക്കും? റൺ ചെയ്തു ഞാൻ. എന്ത് കിട്ടി? എനിക്ക് സമ്മ് കിട്ടിയല്ലേ. ഇനി ഇൻ കേസ് ഞാൻ 2 വാല്യൂസ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, 2 വാല്യൂസ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പം എന്താ സംഭവിക്കുക? ഓക്കെ, ഇങ്ങനൊരു സിറ്റുവേഷൻ. അതായത് ഇവിടെ എന്താണ്? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് 10 എണ്ണം ഉണ്ട്. ഓക്കെ, സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് അങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്തത്. 10 ഫോർമൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ സമ്മ് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്താണ്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് 2 എണ്ണമേ പാസ് ചെയ്യുന്നുള്ളൂ. എന്താ സംഭവിക്കുക? സ്വാഭാവികമായും എറർ വന്നു. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എന്താണ്? ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റിൻ്റെ യൂസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ പോകുന്നത്. ഞാൻ റൈറ്റ് ടു ലെഫ്റ്റ് എന്താണ്? ഒരു സി വരെ ഞാൻ ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എല്ലാം 0 സെറ്റ് ചെയ്ത് വെക്കുവാണ്. ഓക്കെ, ഈക്വൽ 0 ഈക്വൽ 0 ഈക്വൽ 0 ഈക്വൽ 0 ഈക്വൽ 0. ഓ, 2 എണ്ണം മതി കേട്ടോ, 2 എണ്ണം ഫ്രീ ആയിരിക്കട്ടെ. ഓക്കെ,
ഇനി ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കുവാണേ. ഇപ്പോൾ അതേ സംഭവം നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, 3 കിട്ടി, 1 + 2. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് പറഞ്ഞു അല്ലേ. എന്താ ഡിഫോൾട്ട് ആർഗ്യുമെന്റ്? ഇവിടെ നമുക്ക് എന്താണ് 1ഉം 2ഉം മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ ആക്ച്വൽ ആർഗ്യുമെന്റ്. അപ്പോൾ അത് എതിലോട്ട് പോയി? എയിലോട്ടും ബിയിലോട്ടും പോയി. ബാക്കിയുള്ള സി ടു ജെ വരെയുള്ള നമ്പേഴ്സിന് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്, ഡിഫോൾട്ട് വാല്യൂ ആയിട്ടുള്ള 0 അവിടെ ഉണ്ട്. സോ നമ്മൾ വാല്യൂ കൊടുത്തില്ലെങ്കിലും അവർ എന്തായിട്ട് എടുക്കും? അത് 0 ആയിട്ട് എടുക്കും. സോ a + b + c + d + e + അങ്ങനെ പോകുമ്പോൾ എന്താവും? 1 + 2 + 0 + 0 + 0 + അങ്ങനെ പോകും. സോ നമ്മൾ വാല്യൂ പാസ് ചെയ്തില്ലെങ്കിൽ അവിടെ അവരെന്ത് ചെയ്യും? ഡിഫോൾട്ട് വാല്യൂ എടുക്കും. ഇനി ഞാനിവിടെ 3 എടുക്കുവാണേ, 3 കൊടുക്കുക. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. എന്ത് സംഭവിച്ചു? 6 കിട്ടിയല്ലേ. എങ്ങനെയാ കിട്ടിയത്? സിക്ക് നമ്മൾ ഡിഫോൾട്ട് ആർഗ്യുമെന്റ് 0 കൊടുത്തായിരുന്നു, പക്ഷെ നമ്മളിവിടെ ഇപ്പോൾ വാല്യൂ എൻ്റർ ചെയ്തിട്ടുണ്ട് കോൾ ചെയ്യുമ്പോൾ. സോ 0 മാറി അവിടെ 3 ആവുന്നു. ഇനി ഞാനിവിടെ 4 കൊടുക്കുക. ഓക്കെ, 4 കൊടുക്കുക. 4 കൊടുക്കുക. 4 പോട്ടെ, 55 കൊടുക്കുക. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇനി ഞാനിവിടെ എന്ത് ചെയ്യുക? കോൾ ചെയ്യുക. അപ്പോൾ എനിക്ക് 61 കിട്ടി. അതായത് 1 + 2 + 3 + 55. അപ്പോൾ എന്താ സംഭവിച്ചത്? എയിലോട്ട് 1 പോയി, ബിയിലോട്ട് 2 പോയി, സിയിലോട്ട് 3 പോയി, ആൻഡ് എന്താണ് ഡിയിലോട്ട് 55 പോയി. ഓക്കെ, അപ്പം ബാക്കിയുള്ളത് അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? 10 നമ്പേഴ്സ്, ഏത് 10 നമ്പേഴ്സും എനിക്ക് 10 വരെയുള്ള നമ്പേഴ്സ്, ലൈക്ക് എനിക്കിപ്പോൾ 2 നമ്പേഴ്സിൻ്റെ സംഭവം മാത്രമേ കണ്ടുപിടിക്കേണ്ടൂ. അപ്പോൾ എനിക്ക് 2 നമ്പേഴ്സ് കൊടുത്താൽ മതി. 3 നമ്പേഴ്സിൻ്റെ സംഭവം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം എനിക്ക് 1 മുതൽ 10 വരെ വരുന്ന എത്ര നമ്പേഴ്സ് വേണമെങ്കിലും, 2 നമ്പേഴ്സിൻ്റെയോ 3 നമ്പേഴ്സിൻ്റെയോ 4 നമ്പേഴ്സിൻ്റെയോ 5 നമ്പേഴ്സിൻ്റെയോ ഒരു നമ്പർ, ഇനിയിപ്പോൾ ഒരു നമ്പറാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, എന്ത് സംഭവിക്കും? ടെർമിനലിൽ നോക്കൂ. ഒന്നും പറ്റത്തില്ല. ബിക്കോസ് എന്താ, ഒന്നും പറ്റണമെങ്കിൽ എന്താണ്, ബിയും എന്താണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ് 0 ആയിട്ട് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബി ഫ്രീ ആയിട്ടിരിക്കും. ഓക്കെ, ഇനി കുഴപ്പമില്ല. അങ്ങനെ എനിക്ക് എൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് 1 to 10 നമ്പേഴ്സ് വരെയുള്ള നമ്പേഴ്സ്, 1 to 10 അല്ല ഞാൻ പറയുന്നത്, അതായത് ഒരു നമ്പർ മുതൽ 10 നമ്പേഴ്സിൻ്റെ വരെ സം ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റിന്റെ കറക്റ്റ് യൂസ് വരുന്നത്. നമ്മൾ ബാക്കിയുള്ള വാല്യൂസ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമ്മൾ പിന്നെ വാല്യൂ കൊടുക്കുവാണെങ്കിൽ, നമ്മളിപ്പോൾ 3 നമ്പേഴ്സാണ് എൻ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? 3 നമ്പേഴ്സ്. ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ ഡിഫോൾട്ട് മാറിയിട്ട് അവിടത്തോട്ട് ആ വാല്യൂ കയറും. ഇനി 4 നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വേരിയബിളിൻ്റെ ഡിഫോൾട്ട് വാല്യൂ മാറി അവിടെ അടുത്ത 4ാമത്തെ നമ്പർ എൻ്റർ ആവും, ബാക്കിയുള്ള 0 ആയിരിക്കും. ഇനി ഞാൻ 5 നമ്പേഴ്സ് എൻ്റർ ചെയ്യുവാണെങ്കിൽ 5 വരെയുള്ള നമ്പേഴ്സ് ആ വേരിയബിളിൽ സ്റ്റോർ ആവും, ബാക്കിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെ എനിക്ക് എത്ര നമ്പേഴ്സ്, ഇവിടെ ഞാനിപ്പോൾ 10 വേരിയബിളാണ് കൊടുത്തിട്ടുള്ളത്. സോ 10 നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിലും എന്ത് ചെയ്താൽ മതി? 10 നമ്പേഴ്സ് എൻ്റർ ചെയ്താൽ മതി. ബാക്കിയുള്ള 0 എല്ലാം മാറി നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ചിട്ട് പുതിയ വാല്യൂ അവിടെ സ്റ്റോർ ആയിക്കോളും. ഇനി എനിക്ക് 15 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. 15 നമ്പേഴ്സിൻ്റെ, ഞാൻ 15 നമ്പർ എൻ്റർ ചെയ്താൽ എനിക്ക് 15 നമ്പറിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വീണ്ടും JK LMNB അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. അത് ഭയങ്കര എന്താണ്, വേഴ്സ്റ്റ് വേ ഓഫ് പ്രോഗ്രാമിംഗ് ആയി പോവല്ലേ. അങ്ങനെ അത് കൊടുക്കുന്ന, ഇപ്പോൾ 10 ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുന്നത് തന്നെ ഭയങ്കര വീഡിയോയിഡായിട്ട് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് എന്താ ചെയ്യാം? അപ്പം ഞാനിവിടെ ഇങ്ങനെ കൊടുക്കുവാണ്. എന്ത് ഓക്കെ, ഞാനിവിടെ ഇത് മാറ്റി ഒരൊറ്റ ആർഗ്യുമെൻ്റ്, ഒരൊറ്റ ഫോർമൽ ആർഗ്യുമെൻ്റ് കൊടുക്കുവാണേ. ഓക്കെ, അതിനുശേഷം ഞാൻ എന്താണ്, പ്രിൻറ്റ് ഹായ് കൊടുക്കുവാണ്. പ്രിൻറ്റ് ഹായ്. ഇനി ഞാനിവിടെ ആക്ച്വൽ വാല്യൂസ് ഒത്തിരി അങ്ങ് പാസ് ചെയ്യുവാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത്രയും ഞാൻ പാസ് ചെയ്തേ. ഒന്ന് റൺ ചെയ്ത് നോക്കാവേ. എന്താ സംഭവിച്ചത്? എററാണല്ലേ വന്നത്. അപ്പം എനിക്കിവിടെ ഒറ്റ ഫോർമൽ ആർഗ്യുമെൻ്റ് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ ഞാൻ ആക്ച്വൽ വാല്യൂസ് ഒത്തിരി പാസ് ചെയ്തു. ഓക്കെ, എറർ വന്നു അല്ലേ. അപ്പോൾ എന്താ ഇവിടെ ചെയ്യാൻ പറ്റുക? ഇനി ഇതേ സാധനം ഞാനിവിടെ ഒരു സ്റ്റാർ ഒന്ന് കൊടുക്കുവാണേ. സ്റ്റാർ കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കാണും. എനിക്ക് ഹായ് പ്രിൻ്റായി കിട്ടി. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ആ സ്റ്റാർ ഇട്ടപ്പോഴത്തേനും എന്ത് സംഭവിച്ചു?
എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? ഈ എല്ലാ വാല്യൂസും പോയിട്ട് എവിടെ സ്റ്റോറായി? അതായത് ഞാൻ പാസ് ചെയ്ത നമുക്ക് ഒറ്റ വേരിയബിളേ ഉണ്ടായിരുന്നുള്ളൂ, എ എന്ന് പറയുന്ന വേരിയബിൾ. പക്ഷെ ഞാൻ വാല്യൂസ് ഒത്തിരി പാസ് ചെയ്തു. സോ ഇനീഷ്യലി എന്താണ്, എല്ലാ വാല്യൂസും കൂടെ പോയി എയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിവിടെ സ്റ്റാർ കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചേ? ഹായ് പ്രിന്റ് ആയി അല്ലേ? അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എല്ലാ വാല്യൂസും സ്റ്റോറായി. ഓക്കെ, എങ്ങനെ സ്റ്റോറായി? എയിലോട്ട് സ്റ്റോറായി. ഇതാണ് എന്ത്? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ്. ഓക്കെ, പൊസിഷണൽ ആർഗ്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്കറിയാലോ. പൊസിഷൻ അനുസരിച്ച് എല്ലാം പോയി സ്റ്റോർ ആവും അല്ലേ? നേരെ, അതായത് ആക്ച്വൽ വാല്യൂസ് നേരെ പോയി ഫോർമൽ ആർഗ്യുമെന്റ്സിൽ സ്റ്റോർ ആവുന്നു, പൊസിഷണൽ ആർഗ്യുമെന്റ്സ്. ഓക്കെ, അപ്പം ഇവിടെ എന്താ, ഈ 1ഉം 2ഉം 3ഉം 5ഉം 8ഉം 9ഉം 0ഉം എവിടെ സ്റ്റോറായി? എയിൽ സ്റ്റോറായി. എന്തുകൊണ്ട് സ്റ്റോറായി? സ്റ്റാർ ഇട്ടതുകൊണ്ട്. ഓക്കെ, അപ്പം അതിനാണ് എവിടെ സ്റ്റാർ കണ്ടു കഴിഞ്ഞാലും സ്റ്റാർ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ്സിലാണ്. അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇവിടെ എയിലോട്ട് ഞാൻ പറഞ്ഞു അല്ലേ, എയിലോട്ട് സ്റ്റോർ ആയിട്ടുണ്ട് എല്ലാ വാല്യൂസും. നമുക്ക് വേണമെങ്കിൽ എ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്ത് കിട്ടി. 1 2 3 4 ഔട്ട്പുട്ട് കിട്ടി. എല്ലാം എയിൽ സ്റ്റോറായി. എ പ്രിന്റ് ചെയ്തപ്പോൾ എല്ലാം കിട്ടി. നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെ ഈ എ പ്രിന്റ് ആയിരിക്കുന്നത്. ടെർമിനലോട്ട് നോക്കുക, ഔട്ട്പുട്ട് നോക്കുക, എങ്ങനെ എ പ്രിന്റ് ആയിരിക്കുന്നത്? ടപ്പിളായിട്ട് ആണല്ലേ. 1 2 3 5 8 9 0 ടപ്പിളായിട്ടാണ് എയിൽ സ്റ്റോർ ആയിട്ടിരിക്കുന്നത്. എന്താ ടപ്പിൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു വേരിയബിളിനകത്ത് കളക്ഷൻ ഐറ്റം ആണല്ലേ. ഒരു വേരിയബിളിനകത്ത് മൾട്ടിപ്പിൾ ഐറ്റംസ് സ്റ്റോർ ആവുക. സോ എന്താണ്, ഈ സ്റ്റാർ കൊടുത്തപ്പോഴത്തേനും ഇതെന്തായി മാറി? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് ആയിട്ട് മാറിയിട്ട് എന്താണ്, ടപ്പിള് പോലെ എല്ലാ വാല്യൂസും ഇവിടെ സ്റ്റോറായി. ഇനി ഇൻ കേസ് ഞാനിവിടെ എ ബി സി കൊടുക്കുവാണേ. എന്ത് സംഭവിച്ചു? സ്വാഭാവികമായി എറർ വരും. കാരണം എന്താ, പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. ഇത്രയും വാല്യൂസ് ഇവിടെ ഉണ്ട്, ഇവിടെ 3 മാത്രമേ ഉള്ളൂ. അപ്പോൾ എറർ വരും. ഓക്കെ, ഞാൻ ഇവിടെ ഇനിയിപ്പം എന്താണ്, സിക്ക് ഞാൻ സ്റ്റാർ കൊടുക്കുവാണെന്ന് വിചാരിച്ചു. പിന്നെ സംഭവിക്കുന്നു നോക്കിക്കോളെ. എന്താ സംഭവിച്ചറിയോ? ഇവിടെ എന്തൊക്കെയാ പ്രിന്റ് ആയിട്ടുള്ളത്? ഹായും പ്രിന്റ് ആയിട്ടുണ്ട്, 1ഉം പ്രിന്റ് ആയിട്ടുണ്ട്. 1 ഞാൻ എന്തൊക്കെയാ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഹായും പ്രിന്റ് എയും. ഓക്കെ, എ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എ ഇവിടെ പ്രിന്റ് ആയത് 1 ആയിട്ടാണ്. സോ സ്വാഭാവികമായും 1 എയിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും അല്ലേ. ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ 1 പോയി എയിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും, 2 പോയി ബിയിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള എല്ലാം എന്തായിട്ട് എന്തിൽ സ്റ്റോർ ആയിട്ടുണ്ടാവും എന്നറിയോ? സിയിലോട്ട് സ്റ്റോർ ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ പാസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് 1ഉം 2ഉം, അതായത് എത്ര വേരിയബിൾസ്, എത്ര ഫോർമൽ ആർഗ്യുമെന്റ്സ് ഉണ്ടാവും അതിനകത്ത് സ്റ്റോർ ആവും. എന്നിട്ട് ബാക്കി വരുന്ന വാല്യൂ മുഴുവൻ ഇതിലോട്ട് പോയി? സിയിലോട്ട് പോയി. ഓക്കെ, സി എന്താണ്? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്. സോ ബാക്കി വരുന്ന വാല്യൂസ് മുഴുവൻ, എത്ര എണ്ണം അധികം എക്സ്ട്രാ വരുന്നോ അത് മുഴുവൻ എവിടോട്ട് പോകും? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റിലോട്ട് പോകും. ഇനി ഞാനിവിടെ ഡി കൊടുക്കുവാണ്. ഓക്കെ, ഡി കൊടുക്കുവാണ്. എന്നിട്ടൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ഞാനത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എയും ബിയും സിയും പ്രിന്റ് ചെയ്ത് കാണിച്ചുതരാം. പ്രിന്റ് എന്താണ്? ബി ദെൻ ഓക്കെ, അപ്പം പ്രിന്റ് എ, പ്രിന്റ് ബി, പ്രിന്റ് ഡി. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഓരോന്നിൽ എങ്ങോട്ടാണ് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഹൈ പ്രിന്റായി, എ പ്രിന്റായി. എ എന്താണ്? 1 ആണ്. ബി എന്താണ്? 2 ആണ്. ഡി എന്താണ്? 3 ആണ്. ഡി എന്താണ്? 3 ആണ്. ബാക്കി മുഴുവൻ എവിടോട്ട് പോയി? ബാക്കി എന്തൊക്കെയോ ബാക്കിയുണ്ട്? 5 8 9 0. ഇത് മുഴുവൻ എവിടോട്ട് പോയി? സിയിലോട്ട് പോയി അല്ലേ. സിയിൽ ഒരു ടപ്പിളായിട്ട് സ്റ്റോറായി. ഇതാണ് എന്ത്? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ്. ഓക്കെ, ബാക്കിയുള്ളത് മുഴുവൻ എവിടോട്ട് പോകും? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റിലോട്ട് പോകും. ഇനി ഞാനിവിടെ സിക്ക് മാറ്റി നടുക്കുള്ള ഡിയിലാണ് സ്റ്റാർ കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ എററാണ് കേട്ടോ വരിക. ഓക്കെ, മിസ്സിംഗ് 1 റിക്വയർഡ് കീവേഡ് ഓൺലി ആർഗ്യുമെന്റ്. അപ്പം എന്ത് വരും? എറർ വരും. അപ്പം ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ പറഞ്ഞ സെയിം സാധനം ഉണ്ടല്ലോ, എ. ഓക്കെ, അപ്പം എന്താണ്? അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഇങ്ങനെ വരുമ്പം അതായത് ഈ എല്ലാ നമ്പേഴ്സും പോയിട്ട് എയിലോട്ട് സ്റ്റോർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ, എയിലോട്ട് സ്റ്റോർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാമെന്നറിയോ?
ഞാൻ പറഞ്ഞല്ലേ എയിലോട്ട് എങ്ങനെയാണ് സ്റ്റോർ ആവുന്ന ടപ്പിളായിട്ട്. സോ നമുക്ക് ഐട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ് യൂസ് ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സിൻ്റെ സം വേണമെങ്കിലും കണ്ടുപിടിക്കാം. എത്ര നമ്പേഴ്സ് നമ്മൾ ഒരു നമ്പർ അടിച്ചാലും 1000 നമ്പർ അടിച്ചാലും 100 നമ്പർ അടിച്ചാലും എന്താണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സമ്മ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ അത് എഴുതുന്നത്? നമ്മൾ സമ്മ് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ഇനീഷ്യലി സം ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞൊരു വേരിയബിൾ സെറ്റ് ചെയ്യുന്നു. അതൊന്നും ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇൻ എ ഫോർ ഐ ഇൻ എ. ഓക്കെ, ഐയുടെ വാല്യൂ എവിടോട്ട് പോകണം? എയിലോട്ട് പോകണം. എയിൽ നിന്ന് എടുക്കണം. എ എന്താണ്? നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ടപ്പിൾ. ഓക്കെ, ഓരോ വട്ടം ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോഴും എന്താണ് ഐയുടെ വാല്യൂ ടപ്പിളിലുള്ള ഓരോ എലമെൻ്റ് ആയിരിക്കണം. സം ഈസ് ഈക്വൽ ടു അപ്ഡേഷൻ എഴുതണം അല്ലേ? ലൈക്ക് അപ്ഡേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ല, ലൈക്ക് സം ഓരോ വട്ടവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. സോ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രിൻറ്റ് സം. ഓക്കെ, പ്രിൻറ്റ് സം. ഇനി ഞാൻ ഇത് കോൾ ചെയ്യുവാണ്, ക്ലിയർ ചെയ്യാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാവേ. കിട്ടിയല്ലേ? സമ്മ് ഞാൻ ഉള്ളിൽ കൊടുത്തത് കൊണ്ടാണ് ഓരോ വട്ടവും പ്രിൻ്റ് ആയിട്ടുള്ളത്. ഇനി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഫൈനൽ സം മാത്രമേ പ്രിൻ്റ് ആവത്തുള്ളൂ, 28. സോ ഞാനിനി ഇവിടെ എത്ര നമ്പേഴ്സ് കൊടുക്കുക? 9, 8, 7, 6, 5, 0. എത്ര നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാലും എന്താ സംഭവിക്കുക? ഈ നമ്പേഴ്സ് എല്ലാം എവിടോട്ട് സ്റ്റോർ ആവും? പൊസിഷണൽ ആർഗ്യുമെൻ്റ് ആയിട്ടുള്ള എയിലോട്ട് സ്റ്റോർ ആവും. അപ്പോൾ എ ഒരു ടപ്പിളാണ്. ഓക്കെ, ആ ടപ്പിളിലാണ് ഫോർ ഐ ഇൻ എ. ഐയുടെ വാല്യൂ ആ എലമെൻറ്റിലൂടെ പോയി ഓരോ വട്ടം ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുമ്പോഴും സം ഈസ് ഈക്വൽ ടു ആദ്യത്തെ സമ്മിൻ്റെ കൂടെ ആ വാല്യൂ ആഡായി അവസാനം ഫൈനലി നമുക്കൊരു സം കിട്ടും. സോ ഇവിടെ ഈ അതായത് എത്ര നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനോ ഉള്ള ഒരു ഇത് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെൻറ്റ്സ് ആണ്. ആ എല്ലാ നമ്പേഴ്സും പോയിട്ട് ടപ്പിളായിട്ട് എവിടെ സ്റ്റോർ ആവും? എയിൽ സ്റ്റോർ ആവും. എന്നിട്ട് ആ ടപ്പിൾ നമ്മൾ ഐട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐട്രേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടപ്പിളിൻ്റെ വീഡിയോ കണ്ടാൽ മതി. ടപ്പിൾസും ലിസ്റ്റും ഡിക്ഷണറിയും ഒക്കെ എങ്ങനെ ഐട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് റീവാച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ആർബിട്രറി പൊസിഷൻ ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര നമ്പേഴ്സിൻ്റെ സം വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് പറയുമ്പം എന്താണ് ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കിട്ടിയല്ലേ? 72. സോ ഇനി നമുക്ക് ബാക്കിയുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്? ആർബിട്രറി കീവേഡ് ആർഗ്യുമെൻറ്റ്സ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്ത് നോക്കാം. Okay, thanks for watching the video.